ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് കുന്നംകുളം. നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം ചുവന്നു തന്നെ. കോർപ്പറേഷനും പഞ്ചായത്തുകളും പിടിച്ചടക്കി LDF തേരോട്ടം. തകർന്നടിഞ്ഞ UDF. ശക്തി തെളിയിച്ച BJP. ജില്ലയിൽ നഗരസഭകളിൽ ഇടത് തേരോട്ടം. ഗുരുവായൂരിൽ 28 സീറ്റോടെ മൃഗീയ ഭൂരിപക്ഷം. കുന്നംകുളത്ത് 18 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി. ചാവക്കാട് 23 സീറ്റിന്റെ കരുത്തിൽ ഭരണം നിലനിർത്തി. ശക്തി തെളിയിച്ച BJP. കുന്നംകുളത്ത് ശക്തമായ മത്സരം നടന്ന ഉരുളിക്കുന്ന് വാർഡ് ഉൾപ്പെടെ 8 വിജയം. പോർക്കുളത്തും കാട്ടകാമ്പാലിലും ചരിത്രത്തിലെ ആദ്യ വിജയം. കാട്ടകാമ്പാലിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ തോൽപ്പിച്ചു. കടങ്ങോട് 2 സീറ്റിലും ചൊവ്വന്നൂർ പഞ്ചായത്തിൽ 3 സീറ്റിലും BJP വിജയിച്ചു. വാർത്തകൾ വിശദമായി. ഇടത് തരംഗം. ആദ്യം നാട്ടംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF-ന് മേൽക്കൈ. ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 5 LDF-ന് ആധിപത്യം. ഒരിടത്ത് UDF ഭരണം നേടി. 86 മുനിസിപ്പാലിറ്റികളിൽ LDF 34, UDF 46, BJP 2 എന്നിങ്ങനെയാണ് കക്ഷിനില. 14 ജില്ലാ പഞ്ചായത്തുകളിൽ LDF 10, UDF 4, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF 108, UDF 44, 941 ഗ്രാമപഞ്ചായത്തുകളിൽ LDF 518, UDF 373, BJP 22 എന്നിങ്ങനെയാണ് വിജയം. 2015 തെരഞ്ഞെടുപ്പ് വിജയത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ LDF-ന് കഴിഞ്ഞു. കുന്നംകുളം നഗരസഭയിൽ LDF വീണ്ടും അധികാരത്തിലേക്ക്. 37 വാർഡുകളിൽ 18 സീറ്റുകൾ നേടി LDF ഏറ്റവും വലിയ കക്ഷിയായി. 8 സീറ്റുകൾ നേടി BJP മുഖ്യപ്രതിപക്ഷമായി. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ നേടിയ UDF-ന് ഇത്തവണ 7 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. RMP തങ്ങളുടെ 3 സീറ്റുകൾ ഇത്തവണയും നേടി. കോൺഗ്രസ് വിമതനായി വാർഡ് 16 കാണിപ്പയ്യൂരിൽ മത്സരിച്ച സോമശേഖരൻ 4 വോട്ടുകൾക്ക് വിജയിച്ചതാണ് കുന്നംകുളത്തെ ശ്രദ്ധേയമായ വിജയങ്ങളിലൊന്ന്. കേവല ഭൂരിപക്ഷത്തിന് ഒരംഗത്തിന്റെ മാത്രം അകലത്തിൽ നിൽക്കുന്ന LDF-ന് സോമശേഖരന്റെ നിലപാട് നിർണായകമാകും. കഴിഞ്ഞ ഭരണസമിതി ചെയർപേഴ്സണായിരുന്ന സീതാ രവീന്ദ്രനും വൈസ് ചെയർമാനായിരുന്ന PM സുരേഷും വിജയിച്ചു. കഴിഞ്ഞ 2 തവണ കൌൺസിലർ ആയിരുന്ന RMPയിലെ KA സോമൻ വാർഡ് 12 ഉരുളിക്കുന്നത്ത് പരാജയപ്പെട്ടു. കുന്നിൻ മുകളിൽ താമര വിരിയിച്ച BJP സ്ഥാനാർത്ഥി ബിനു പ്രസാദാണ് നഗരസഭയിലെ ഗ്ലാമർ പോരാട്ടത്തിൽ വിജയിച്ചത്. പഴയ കുന്നംകുളം നഗരസഭ നിലനിൽക്കുന്ന ടൗൺ വാർഡുകൾ മാത്രമാണ് UDF-ന് നിലനിർത്താനായത്. ചൊവ്വന്നൂർ, ആനായ്ക്കൽ ഭാഗങ്ങളിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ എല്ലാം തന്നെ UDF-ന് നഷ്ടമായി. ഇപ്പോൾ ലഭിച്ച 7 വാർഡുകളിൽ ഏറെയും നേരിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. UDF-ന്റെ വീഴ്ച തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ വസ്തുത. അതേസമയം കഴിഞ്ഞ തവണ 15 സീറ്റുണ്ടായിരുന്ന LDF ഇത്തവണ 18 സീറ്റാക്കി നില മെച്ചപ്പെടുത്തി. കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിന് 1 സീറ്റ് കുറവാണ് LDF-ന് നേടാനായത്. ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഇടതുമുന്നണി ഇക്കാര്യങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. 8 സീറ്റ് നേടിയ BJP UDF-നെ പിന്തള്ളി മുഖ്യപ്രതിപക്ഷമായി. CCTV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് നഗരസഭ 4ാം തവണയും LDF-ന് തന്നെ. സംഘടനാ മികവും സ്ഥാനാർത്ഥി നിർണയത്തിലെ മികവും ചിട്ടയാർന്ന പ്രവർത്തനവും LDF-ന്റെ വിജയത്തിന് ആക്കം കൂട്ടി. 21 സീറ്റിൽ നിന്ന് 23 സീറ്റായി ഉയർന്നപ്പോഴും ഇതിൽ 22 സീറ്റും നേടി CPM അജയശക്തിയായി മാറി. നഗരസഭയുടെ ഈസ്റ്റിലും വെസ്റ്റിലും ഒരുപോലെ CPM കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഈസ്റ്റിൽ നിന്ന് 2 സീറ്റാണ് CPM പിടിച്ചെടുത്തത്. DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് മത്സരിച്ച 6ാം വാർഡും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി KS ബാബുരാജിന്റെ മകൾ ആതിര ബാബുരാജ് മത്സരിച്ച 7ാം വാർഡും വെസ്റ്റിൽ 1ാം വാർഡ് ലീഗിൽ നിന്ന് CPM പിടിച്ചെടുത്തപ്പോൾ CPM-ന്റെ 19ാം വാർഡ് ലീഗ് പിടിച്ചെടുത്തു. UDF പിന്തുണയോടെ 10ാം വാർഡിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ടു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേർന്ന കോൺഗ്രസ് ബ്ലോക്ക് മുൻ സെക്രട്ടറി കോനോത്ത് അക്ബറിന്റെ മികച്ച വിജയം പാർട്ടിക്ക് ആവേശമായി. 21ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി അൽമോൽ മോത്തി പൊരുതി തോറ്റു. 1 വോട്ടിനാണ് ഇവിടെ LDF സ്ഥാനാർത്ഥിയോട് ഇദ്ദേഹം തോറ്റത്.
കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് 4-ാം വാർഡിൽ പരാജയപ്പെട്ടു. 30-ാം വാർഡിൽ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KK മുബാറക്ക് വിജയിച്ചു. ഇവിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ച നബീൽ ഷംസുദ്ദീൻ 2-ാം സ്ഥാനത്തെത്തി. ലീഗിലെ താഴത്ത് മജീദ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നഗരസഭാ മുൻ ചെയർമാൻ MR രാധാകൃഷ്ണൻ 31-ാം വാർഡിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോൺഗ്രസ് റിബലുണ്ടായിട്ടും 28-ാം വാർഡിൽ കോൺഗ്രസിലെ AM അസ്മത്ത് അലി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്കിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. മമ്മിയൂർ 8-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബേബി ഫ്രാൻസിസിനെതിരെ മത്സരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന ഷോബി ഫ്രാൻസിസ് പരാജയപ്പെട്ടു. ഷോബിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. CCTV ന്യൂസ് ചാവക്കാട്. ചാവക്കാട് നഗരസഭയിൽ LDF മതനിരപേക്ഷതയുടെ മികവാർന്ന വിജയമാണ് നേടിയതെന്ന് CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി NK അക്ബർ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം CCTVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്ത് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന 10-ാം വാർഡിൽ LDF മികച്ച വിജയം നേടി. ജമാഅത്ത് മുസ്ലിം വർഗീയവാദികളും BJP ഹിന്ദു വർഗീയവാദികൾക്കും KP വത്സലന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. LDFന് മികവാർന്ന വിജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ലഭിച്ച അംഗീകാരമാണ്. ചാവക്കാട്, ഗുരുവായൂർ, ഒരുമനയൂർ, പുന്നയൂർ, പുന്നയൂർകുളം, വടക്കേക്കാട് എന്നിവിടങ്ങളിലെ LDFന് ലഭിച്ച വോട്ടുകൾ ഇതിന് ഉദാഹരണമാണ്. ഗുരുവായൂർ നഗരസഭയിൽ UDF തകർന്നടിഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ LDF നേടിയ ജയം വരാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനുള്ള മുന്നോടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചാവക്കാട് നഗരസഭയിൽ 15 വർഷം ഭരണം നടത്തിയ LDFനോടുള്ള വിശ്വാസമാണ് കൂടുതൽ വോട്ടിൽ വിജയിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷവും അതിന് തുടർന്ന് അതിന് മുമ്പത്തെ 10 വർഷവും തുടർച്ചയായി 15 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ മികവാർന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണിത്. തുടർന്നും ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും ജനക്ഷേമ പദ്ധതികൾ നടത്താനും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾക്ക് പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ മികച്ച രീതിയിൽ തന്നെ ഭരണം തിരിച്ചുപിടിക്കാനായി. കടപ്പുറത്ത് വലിയ തോതിൽ 5 സീറ്റുകളിലേക്ക് ഞങ്ങൾ വളർന്നു. വെറും 8 സീറ്റ് കൊണ്ട് UDF തൃപ്തിപ്പെടേണ്ടതായിരുന്നു. പുന്നയൂർ പഞ്ചായത്തിൽ മികച്ച വിജയമാണ് ഞങ്ങൾക്ക് നേടാൻ കഴിയുന്നത്. അവിടെ ആകെയുള്ള സീറ്റ് 12 സീറ്റ് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഗുരുവായൂരിൽ 28 സീറ്റോടെ മൃഗീയ ഭൂരിപക്ഷം നേടി LDF 1/4 നൂറ്റാണ്ട് കാലത്തെ ഭരണമെന്ന ചരിത്രത്തിലേക്ക്. UDF 12 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ BJP 1 സീറ്റ് വർദ്ധിപ്പിച്ച 2 സീറ്റിൽ വിജയിച്ചു. മുൻ ചെയർപേഴ്സൺ ശാന്തകുമാരി ഇത്തവണയും സ്വതന്ത്രയായി വിജയിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ ആകെയുള്ള 43 വാർഡുകളിൽ LDF 28, UDF 12, NDA 2, സ്വതന്ത്ര 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുണ്ടായിരുന്ന LDFന് ഇത്തവണ 7 സീറ്റുകൾ കൂടുതൽ നേടാനായപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 20 സീറ്റിൽ നിന്ന് 8 സീറ്റുകൾ UDFന് നഷ്ടമായി. കഴിഞ്ഞ തവണ 1 സീറ്റുണ്ടായിരുന്ന NDAയ്ക്ക് ഇത്തവണ 2 സീറ്റായി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. 9 വാർഡുകളിൽ NDA 2-ാം സ്ഥാനത്തെത്തിയപ്പോൾ UDF 8 3-ാം സ്ഥാനത്തും 1 വാർഡിൽ 4-ാം സ്ഥാനത്തുമായി. നഗരസഭയോട് കൂട്ടിച്ചേർത്ത പൂക്കോട് സോണിലെ 19 വാർഡുകളിൽ 3 മാത്രം നേടി UDF തകർന്നടിഞ്ഞു. തൈക്കാട് സോണിൽ 9 വാർഡുകളിൽ 5 LDF ജയിച്ചപ്പോൾ UDFന് 4 ഒതുങ്ങേണ്ടി വന്നു. പഴയ ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ 15 വാർഡുകളിൽ 7 LDF നേടിയപ്പോൾ UDFന് 5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ UDF സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച് LDF ചെയർപേഴ്സണായ പ്രൊഫസർ PK ശാന്തകുമാരി ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ചു. LDFന് നേടാനായ സീറ്റുകളിൽ 22 വാർഡുകളിലും CPM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് CPMന് ഈ നേട്ടം കാഴ്ചവെക്കാനായത്. CPIക്ക് 4 സീറ്റ് ലഭിച്ചപ്പോൾ LDF സ്വതന്ത്രരായി മത്സരിച്ച 9 സ്ഥാനാർത്ഥികളിൽ 3 പേരും വിജയിച്ചു. UDF മുസ്ലിം ലീഗിന് നൽകിയ 3 സീറ്റുകളിൽ 1 മാത്രമാണ് ലീഗിന് ലഭിച്ചത്. CCTV ന്യൂസ് ഗുരുവായൂർ. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് UDF നിലനിർത്തി 1 സീറ്റ് ഭൂരിപക്ഷത്തിലാണ് ഭരണം നിലനിർത്തിയത്. 7 സീറ്റ് UDFും 6 സീറ്റ് LDFും നേടി. കഴിഞ്ഞ തവണ LDFന് 3 സീറ്റായിരുന്നു. UDFന് വാർഡ് 1 അണ്ടത്തോട്, വാർഡ് 5 വയലത്തൂർ, 6-ാം വാർഡ് നായരങ്ങാടി, 9-ാം വാർഡ് അഞ്ചങ്ങാടി, 10 ഫോക്കസ് വാർഡ്, 11-ാം വാർഡ് എടക്കഴിയൂർ, 13-ാം വാർഡ് ഗതിർപ്പള്ളി എന്നീ സീറ്റുകൾ നേടി. LDF വാർഡ് 2 തൃപ്പറ്റ്, 3-ാം വാർഡ് പുന്നയൂർകുളം, 4-ാം വാർഡ് പറയങ്ങാട്, 7-ാം വാർഡ് ഒരുമനയൂർ, 12-ാം വാർഡ് എടക്കര എന്നീ വാർഡുകളും ലഭിച്ചു. കുന്നംകുളം
കുന്നംകുളം മേഖലയിൽ ഇടത് തരംഗം. ചൊവ്വന്നൂർ ബ്ലോക്ക് പരിധിയിൽ മുഴുവൻ പഞ്ചായത്തുകളിലും LDF-ന് ഭരണ തുടർച്ച. കടവല്ലൂർ, കാട്ടകമ്പാൽ, പോർക്കുളം, ചൊവ്വന്നൂർ, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, വേലൂർ, കടങ്ങോട് എന്നീ പഞ്ചായത്തുകളിലാണ് LDF-ന് വീണ്ടും ഭരണ തുടർച്ചയുണ്ടായത്. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ത്രിശങ്കു ഭരണസമിതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. 13-അംഗ ഭരണസമിതിയിൽ LDF-ന് 5ഉം UDF-ഉം BJP-യും 3 സീറ്റുകളിലും SDPI 2 വാർഡുകളിലുമാണ് വിജയിച്ചത്. മറ്റു പഞ്ചായത്തുകളിലെല്ലാം വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് LDF വിജയിച്ചത്. കാട്ടകമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിൽ BJP അക്കൗണ്ട് തുറന്നു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CK സദാനന്ദൻ മാസ്റ്ററും ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KS കരീമും പരാജയപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 14 ഡിവിഷനുകളിലും LDF വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത്, കാട്ടകമ്പാൽ, ചൂണ്ടൽ, എരുമപ്പെട്ടി ഡിവിഷനുകളിലും LDF വിജയിച്ചു. മുൻപുണ്ടായിരുന്നതിലും വലിയ മുന്നേറ്റമാണ് മേഖലയിൽ LDF നേടിയത്. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണം LDF പിടിച്ചെടുത്തു. 18-അംഗ ഭരണസമിതിയിലേക്ക് LDF 10, UDF 8 സീറ്റിലാണ് വിജയിച്ചത്. അതേസമയം BJP-യുടെ നിലവിലുണ്ടായിരുന്ന ഒരു വാർഡ് LDF പിടിച്ചെടുത്തു. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്ത് 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF നേടിയെടുത്തത്. കഴിഞ്ഞ തവണ 10 വാർഡുകളുണ്ടായിരുന്ന കോൺഗ്രസിന് 8 വാർഡിൽ ഒതുങ്ങേണ്ടി വന്നതോടെയാണ് ഭരണം നഷ്ടപ്പെട്ടത്. 7 എടക്കാട്, 13 കാഞ്ഞിരക്കോട്, 16 മങ്ങാട് സൗത്ത് എന്നീ വാർഡുകളാണ് UDF-ൽ നിന്നും LDF പിടിച്ചെടുത്തത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഭൂരിപക്ഷം ആളുകളും വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ കാര്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ കുന്നംകുളം MLA-യും മന്ത്രിയുമായ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലുകളും നമ്മുടെ എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് പൊതു വികസന രംഗത്തും അതുപോലെ തന്നെ കുന്നംകുളം നിയോജകമണ്ഡലത്തിനകത്തും വലിയ വികസനമാണ് നടത്തിയിട്ടുള്ളത്. അതിനുള്ള അംഗീകാരമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തിൻ്റെ കൂടിയുള്ള പ്രതിഫലനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ 10 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുന്നത്. വാർഡ് 2 പതിയാരം LDF-ൽ നിന്നും UDF പിടിച്ചെടുത്തു. സാമൂഹിക പ്രവർത്തകനായ സുധീഷ് പറമ്പിലാണ് ഇവിടെ വിജയിച്ചത്. വിജയത്തിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. 2-ാം വാർഡ് നമ്മൾ UDF, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ജനങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷ് പറമ്പിൽ. എല്ലാവരോടും ഒരു സ്നേഹം അറിയിക്കുകയാണ്. നമുക്ക് നേരിട്ട് കാണാം. ജനങ്ങളെല്ലാവരും കൂടി ഏറ്റെടുത്തൊരു വിജയമാണിത്. ഒപ്പം അവിടുത്തെ UDF-ൻ്റെ നേതൃത്വം നേരിട്ട് ഇടപെട്ടിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം നേരിട്ട് ഇടപെട്ടിട്ടും കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം എൻ്റേത് മാത്രമല്ല, നിങ്ങളുടെ വിജയമാണ്. നന്ദിയോട് കൂടിയിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. ഒരു മാറ്റമില്ലാതെ കൂടെ ഉണ്ടാവും. സന്തോഷം അറിയിക്കുകയാണ്. കോൺഗ്രസിന് ശക്തനായ റിബലുണ്ടായിരുന്ന വാർഡ് 3-ൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ജോസ് വിജയിച്ചു. 5 പോസ്റ്റൽ വോട്ടുകൾക്കാണ് MK ജോസ് ജയിച്ചത്. INTUC സെക്രട്ടറി CV ബേബിയെയാണ് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വിജയം. എന്റെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ശില്പിയാണ് എന്റെ വാർഡ് കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VN രാജു. ഞാൻ എന്റെ വിജയം മീന ശർമ്മോന് സമർപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നപ്പോൾ ജനം വിലയിരുത്തട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീന ശർമ്മോനും അവരുടെ സ്ഥാനാർത്ഥിയും പറഞ്ഞിരുന്നത് ജോസേട്ടൻ ജില്ലമേളയിൽ ഇരിക്കുകയാണ്. ഞാൻ 40 വർഷമായിട്ട് ഈ ഫീൽഡിൽ. ഞാനപ്പോ നെല്ലുവയലിൽ പൊതുയോഗത്തിൽ പറഞ്ഞു, ജനം വിലയിരുത്തിട്ട് വോട്ട് ചെയ്യട്ടെ, നമുക്ക് കൂടുതലൊന്നും പറയാം. എനിക്ക് പോലും അതിൽ വോട്ട് അഭ്യർത്ഥിച്ചില്ല. ജനം വിലയിരുത്തട്ടെ. ഞാൻ എന്റെ വിജയം വീണ്ടും പറയാണ്, മീന ശർമ്മോൻ സമർപ്പിക്കുകയാണ്. വോട്ടർമാരോട് ഞാൻ ജനപക്ഷത്തുനിന്ന്. കഴിഞ്ഞ തവണ BJP വിജയിച്ച 12-ാം വാർഡ് കൊടുമ്പ് LDF തിരിച്ചുപിടിച്ചു. അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് നാലുപുരയ്ക്കൽ കാഞ്ഞിരക്കോട് 13-ാം വാർഡിൽ LDF കൊടുമ്പ് മുരളിയോട് പരാജയപ്പെട്ടു. വാർഡ് 1 UDF റീന വർഗീസ്, 2 UDF സുധീഷ് പറമ്പിൽ, 3 UDF സ്ഥാനാർത്ഥി MK ജോസ്, 4-ൽ LDF സ്വപ്ന പ്രദീപ്, 5-ൽ LDF സ്ഥാനാർത്ഥി NP അജയൻ, 6-ൽ UDF സ്ഥാനാർത്ഥി മാഗി അലോഷ്യസ്, 7-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ES സുരേഷ്, 8-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി PM സജി, 9-ൽ LDF സ്ഥാനാർത്ഥി ബിന്ദു ഗിരീഷ്, 10-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി S ബസന്തലാൽ, 11-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഷീജ സുരേഷ്, 12-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി KB ബബിത, 13-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി കൊടുമ്പിൽ മുരളി, 14-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി PK മാധവൻ, 15-ൽ UDF സ്ഥാനാർത്ഥി റിജി ജോർജ്, 16-ൽ LDF സ്ഥാനാർത്ഥി സുമന സുഗതൻ, 17-ൽ UDF സ്ഥാനാർത്ഥി MC ഐജു, 18-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി സതി മണികണ്ഠൻ എന്നിവരാണ് വിജയിച്ച സ്ഥാനാർത്ഥികൾ. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടങ്ങോട് പഞ്ചായത്ത് ഭരണം നിലനിർത്തി LDF ചരിത്രം കുറിച്ചു. 2 വാർഡുകളിൽ BJP-യും ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു. ആകെ 18 വാർഡുകളിൽ 12 എണ്ണം നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. കഴിഞ്ഞ തവണ 6 വാർഡുകളുണ്ടായിരുന്ന കോൺഗ്രസ് 3 എണ്ണത്തിൽ ഒതുങ്ങി.
LDFന്റെ വാർഡായ 4 സ്വാമിപ്പടി, കോൺഗ്രസിന്റെ ഉറച്ച വാർഡായ 8 വെള്ളറക്കാട്, മനപ്പടി എന്നീ വാർഡുകളിലാണ് BJP വിജയിച്ചത്. 8ാം വാർഡിൽ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ലിബിൻ കെ മോഹനനെ പരാജയപ്പെടുത്തിയാണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. എനിക്ക് വോട്ട് ചെയ്ത ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും വോട്ടർമാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി. അതുപോലെ തന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ച ഈ നാട്ടിലെ മുഴുവൻ മുതിർന്ന ആളുകൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഈ നാട്ടിലെ മൊത്തം ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ 24 മണിക്കൂറും ചെയ്യാൻ തയ്യാറാണ് ഞാൻ. സാധാരണക്കാരൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഞാൻ കൂടെ നിൽക്കും, ഉറപ്പാണ്. ഈ നാട്ടിലെ മുഴുവൻ എല്ലാ ജാതി ഭേദമന്യേ മുഴുവൻ ആളുകളും എന്നെ സഹായിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരിൽ കാണാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരുടെ അടുത്തേക്ക് ഞാൻ വരും. മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. UDFുമായി തെറ്റിപ്പിരിഞ്ഞ മുസ്ലിം ലീഗ് 3 സീറ്റിൽ മത്സരിച്ചിരുന്നു. വാർഡ് 2-ൽ കാലങ്ങളായി പഞ്ചായത്ത് മെമ്പറായിരുന്ന PV കൃഷ്ണനെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട് വിജയിച്ചതും ചരിത്രമായി. കഴിഞ്ഞ തവണയും ഇത്തവണയും ലീഗിനെ അകറ്റി നിർത്തിയതാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. അതേസമയം കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള LDFന്റെ പ്രവർത്തന മികവാണ് പഞ്ചായത്ത് ഭരണം നേടിയെടുക്കാൻ ഇടയാക്കിയത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് രമണി രാജൻ, മുൻ മെമ്പറും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന PS പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള ജനകീയരെ മുൻനിർത്തിയാണ് LDF ഭരണം പിടിച്ചത്. LDF സർക്കാരിന്റെയും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെയും വികസന നേട്ടങ്ങളാണ് തുടർ ഭരണത്തിന് ഇടയാക്കിയതെന്ന് LDF കൺവീനർ PS പ്രസാദ് അഭിപ്രായപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ കടങ്ങോട് പഞ്ചായത്തിലും പൊതുവെ കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗംഭീര വിജയമാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും അതോടൊപ്പം തന്നെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തുടർ ഭരണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ജനങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് സഖാവ് ജലീലിന് 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കടങ്ങോട് പഞ്ചായത്തിന് മാത്രം നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 2 ഡിവിഷനുകളും ബ്ലോക്ക് ഡിവിഷനുകളും 1500 വോട്ടിൻ്റെ മാർജിനാണ് ജയിച്ചിട്ടുള്ളത്. ഈ ഗംഭീര വിജയം ഞങ്ങൾ തുടർന്നുള്ള കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഞങ്ങളെ തുടർ ഭരണത്തിന് ജനങ്ങളുടെ കൂടുതൽ വിശ്വാസത ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളത് കാത്തു സൂക്ഷിക്കും. വീണ്ടും കടങ്ങോട് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ജനാധിപത്യ നിലകൊള്ളുന്നതാണ്. 1ാം വാർഡിൽ UDFിലെ രജിത ഷാജി, 2ാം വാർഡിൽ ലീഗ് സ്വതന്ത്രൻ ഗഫൂർ കടങ്ങോട്, 3ാം വാർഡിൽ LDFിലെ ബീന രമേശ്, 4ാം വാർഡിൽ BJPയിലെ അഭിലാഷ് കടങ്ങോട്, 5ാം വാർഡിൽ LDFിലെ CV സുഭാഷ്, 6ാം വാർഡിൽ LDFിലെ രമ്യ ഷാജി, 7ാം വാർഡിൽ LDFിലെ രമണി രാജൻ, 8ാം വാർഡിൽ BJPയിലെ MP ധനീഷ്, 9ാം വാർഡിൽ UDFിലെ ജോളി തോമസ്, 10ാം വാർഡിൽ LDFിലെ മൈമുന ഷെബീർ, 11ാം വാർഡിൽ LDFിലെ PM മുഹമ്മദ് കുട്ടി, 12ാം വാർഡിൽ LDFിലെ PS പുരുഷോത്തമൻ, 13ാം വാർഡിൽ LDFിലെ KR സിമി, 14ാം വാർഡിൽ LDFിലെ KP സുനിൽ, 15ാം വാർഡിൽ LDFിലെ മീന സാജൻ, 16ൽ LDFിലെ ടെസി ഫ്രാൻസിസ്, 17ൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച TP ലോറൻസ്, 18ൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സൈബുനിസ എന്നിവരാണ് വിജയിച്ച സ്ഥാനാർത്ഥികൾ. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി ജലീൽ ആദൂർ വിജയിച്ചു. 6000-ലധികം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി DC സെക്രട്ടറി VK രഘുസ്വാമിയെ പരാജയപ്പെടുത്തിയത്. കടങ്ങോട് പഞ്ചായത്തിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ജലീലിന് 4000 വോട്ടിന്റെ ലീഡ് ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയായിരുന്ന ജലീൽ ആദൂർ 2015-ലെ തെരഞ്ഞെടുപ്പിൽ UDF വിട്ട് ജനകീയ വികസന മുന്നണി രൂപീകരിച്ച് LDFുമായി ചേർന്ന് 11ാം വാർഡ് വെള്ളത്തേരിയിൽ നിന്ന് വിജയിച്ചാണ് ഭരണസമിതിയിലെത്തിയത്. കൂടെയുണ്ടായിരുന്ന ലീഗ് പ്രവർത്തകരിൽ ഭൂരിഭാഗം പേരും കോൺഗ്രസിൽ ചേർന്നപ്പോൾ ജലീൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചുനിന്നു. അതിനുള്ള അംഗീകാരമായാണ് ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നം നൽകി CPM ജലീലിനെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ചത്. ഇടവേളയ്ക്കു ശേഷം തിരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരും. വാർത്തയിലേക്ക്.
ഗുരുവായൂരിൽ LDF ആഹ്ലാദ പ്രകടനത്തിനിടെ BJP പ്രവർത്തകരുടെ വീടുകളിലേക്ക് പടക്കം എറിഞ്ഞതായി പരാതി. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ ഗർഭിണിയും 6 വയസ്സുകാരിയുമടക്കം 4 പേർക്ക് പരിക്ക്. താമരയൂർ ഹരിദാസ് നഗറിൽ താഴ്ത്തുപുരയ്ക്കൽ ദാമോദരൻ, മകൻ വിനോദിന്റെ ഭാര്യ ശ്രീഷ, ഇവരുടെ മകൾ ആരാധ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ദാമോദരന്റെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. തടയാൻ ചെന്ന ഗർഭിണിയായ ശ്രീഷയ്ക്കും മകൾക്കും അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSS ഗുരുവായൂർ ഗണ്ഡ് സമ്പർക്ക പ്രമുഖ് M. ബിജേഷിന്റെയും BJP പ്രവർത്തകൻ ഭരതന്റെയും വീടുകൾക്ക് നേരെ പടക്കമെറിഞ്ഞതായി പരാതിയുണ്ട്. ഗുരുവായൂർ ACP TB ബിജുഭാസ്കറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി. ചൂണ്ടൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിൽ LDFന് ഭരണ തുടർച്ച. ചൂണ്ടൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് KS കരീം തോറ്റത് ശ്രദ്ധേയമായി. ചൂണ്ടലിൽ 18-അംഗ ഭരണസമിതിയിൽ 14 വാർഡിൽ LDFും 4 വാർഡുകളിൽ UDFും വിജയിച്ചു. 6-ാം വാർഡ് ചെറുനല്ലൂരിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം പരാജയപ്പെട്ടപ്പോൾ UDFിന്റെ ശക്തി കേന്ദ്രങ്ങളായ പാറന്നൂരിലും കേച്ചേരിയിലും LDF വിജയം പിടിച്ചെടുത്തു. 1, 2, 3, 7, 8, 9, 11, 12, 13, 14, 15, 16, 17, 18 വാർഡുകളിലാണ് LDF വിജയിച്ചത്. 4, 5, 6, 10 വാർഡുകളിലാണ് UDF വിജയം നേടിയത്. UDFിന്റെ പൊന്നാപുരം കോട്ടയായ പാറന്നൂരും കേച്ചേരിയും LDF പിടിച്ചെടുത്തു. 3-ാം വാർഡ് പാറന്നൂരിൽ 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഇടതുപക്ഷം വിജയിച്ചത്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലെ ജുലറ്റ് വിനുവാണ് ഇവിടെ വിജയിച്ചത്. പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേച്ചേരി LDF പിടിച്ചെടുത്തു. CPIയുടെ PV ലീലയിലൂടെയാണ് ഇടതുപക്ഷം ഈ നേട്ടം കരസ്ഥമാക്കിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 16-അംഗ ഭരണസമിതിയിൽ LDF 11ഉം UDF 5 വാർഡുകളിലാണ് വിജയിച്ചത്. 6, 9, 10, 11, 12 വാർഡുകളിലാണ് UDF വിജയിച്ചത്. കഴിഞ്ഞ തവണ 12 സീറ്റാണ് LDFിനുണ്ടായിരുന്നത്. ഇക്കുറി LDFിന്റെ കയ്യിലുണ്ടായിരുന്ന 6-ാം വാർഡ് കൂനമുച്ചിയും 12-ാം വാർഡ് വല്ലാടംകരയും UDF പിടിച്ചെടുത്തപ്പോൾ UDFിന്റെ കയ്യിലുണ്ടായിരുന്ന 4-ാം വാർഡ് അരികന്നിയൂർ LDFും തിരിച്ചുപിടിച്ചു. സമീപകാല ചരിത്രത്തിൽ ചൂണ്ടൽ പഞ്ചായത്തിൽ തുടർഭരണം നേടുന്നത് ആദ്യമായാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് കണ്ടാണശ്ശേരിയിൽ LDF തുടർഭരണം നേടുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. 17 വാർഡുകളിൽ 9 വാർഡുകളിൽ വിജയിച്ചാണ് ഭരണം നിലനിർത്തിയത്. 2015-ൽ 8 വാർഡിലാണ് വിജയിച്ചിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷമില്ലാതിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ 1 വാർഡ് കൂടി കൂട്ടിച്ചേർത്ത് കേവല ഭൂരിപക്ഷത്തോടെയാണ് ഭരണം LDF നിലനിർത്തിയത്. UDFന് 4 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. 2 കോൺഗ്രസ് റിബലുകളും വിജയം കണ്ടു. 2015-ൽ 3 സീറ്റുണ്ടായിരുന്ന BJP 1 സീറ്റിൽ ഒതുങ്ങി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ LDFിലെ ശുഭാനിൽ കുമാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ LDFിലെ TR ഷോബി, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ ചെയർപേഴ്സൺ UDFിലെ സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവരാണ് വിജയിച്ച പ്രമുഖർ. LDFിൽ മുന്നണി സ്ഥാനാർത്ഥികളിൽ CPIM സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചത്. വാർഡ് 1, 13, 17 വാർഡുകൾ LDF UDFിൽ നിന്നും പിടിച്ചെടുത്തു. UDF 7, 10, 12, 14 വാർഡുകൾ LDFിൽ നിന്നും BJPയിൽ നിന്നും പിടിച്ചെടുത്തെങ്കിലും കാലങ്ങളായി വിജയിച്ചിരുന്ന വാർഡുകൾ കൈവിടേണ്ടി വന്നു. BJP ജയിച്ചിരുന്ന 14-ാം വാർഡിൽ കോൺഗ്രസിലെ സ്വപ്ന രാമചന്ദ്രൻ വിജയിച്ചത് 7 വോട്ടുകൾക്ക് മാത്രമാണ്. നിലവിൽ 3 വാർഡുകളിൽ ജയിച്ചിരുന്ന BJP 2 വാർഡുകൾ നഷ്ടപ്പെടുത്തി 1 വാർഡിലൊതുങ്ങി. വാർഡുകൾ നഷ്ടപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം വാർഡുകളിലും BJP 2-ാം സ്ഥാനത്തെത്തിയത് വരും തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണത്തിലേക്കുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. 2, 5, 13 വാർഡുകളിലാണ് കോൺഗ്രസ് വിമതർ മത്സരരംഗത്തുണ്ടായിരുന്നത്. 2-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 34 വോട്ടും 13-ാം വാർഡിൽ 88 വോട്ടുകളും മാത്രമാണ് നേടാനായത്. 5-ാം വാർഡിൽ വിമതിന് 2-ാം സ്ഥാനത്തെത്തുവാനും കഴിഞ്ഞു. പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് LDF തുടർഭരണത്തിലെത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വേലൂർ ഡിവിഷനിൽ LDFിലെ സ്വപ്ന റഷീദും ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി ജലീൽ ആദൂരും വിജയിച്ചതിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ മികവും ക്ഷേമപ്രവർത്തനങ്ങളും മന്ത്രി AC മൊയ്തീൻ്റെ വികസന പദ്ധതികളുമാണ് കാരണമായി വിലയിരുത്തുന്നത്. CCTV ന്യൂസ്, വേലൂർ. കാട്ടുകാമ്പൽ പഞ്ചായത്തിൽ നിലവിലെ വാർഡുകളെല്ലാം നിലനിർത്തിയ LDFന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആദ്യമായി പഞ്ചായത്തിൽ അക്കൌണ്ട് തുറന്ന BJP 4 വാർഡുകളിൽ 2-ാം സ്ഥാനം നേടി. 1 സീറ്റ് നഷ്ടപ്പെട്ട കോൺഗ്രസ് 3 സീറ്റിൽ ഒതുങ്ങി. ഭരണനേട്ടങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും അണിനിരത്തി മികച്ച തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ LDFന് ഭരണ തുടർച്ച കിട്ടിയത് ആഹ്ലാദത്തിമർപ്പിനിടയാക്കി. മികച്ച വിജയത്തിനിടയിലും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദനും സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ സുദീപും തോറ്റത് തിരിച്ചടിയായി. പുതുമുഖങ്ങളെ അണിനിരത്തി നടത്തിയ പ്രചരണം വിജയത്തിലെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് LDF. ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് കൈവശമുള്ള 1 സീറ്റ് കൂടി നഷ്ടപ്പെട്ടത് ആഘാതമായി. ഉറച്ച സീറ്റുകളിൽ പോലും ദയനീയമായി തോറ്റ ക്ഷീണത്തിലായി കോൺഗ്രസ്.
ആദ്യമായി അക്കൗണ്ട് തുറന്ന ആഹ്ലാദത്തിലാണ് BJP പ്രവർത്തകർ. മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് കൂനത്തിന്റെ വിജയത്തോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റായ CK സദാനന്ദനെ തോൽപ്പിക്കാനായതും ഇരട്ടി മധുരമായി. 4 വാർഡുകളിൽ 2ാം സ്ഥാനം ലഭിച്ചതും BJP പ്രവർത്തകരുടെ ആഹ്ലാദത്തിന് കാരണമായി. പഞ്ചായത്തിൽ 1, 4, 5, 6, 7, 8, 9, 10, 11, 13, 15, 16 വാർഡുകളിൽ LDFും 2, 3, 14 വാർഡുകളിൽ UDFും 12ൽ NDAയുമാണ് വിജയിച്ചത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പോർക്കുളത്ത് 9 സീറ്റ് നേടി LDFന് തിളക്കമാർന്ന വിജയ തുടർച്ച. UDF 3 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ BJP പഞ്ചായത്തിൽ ആദ്യമായി 1 സീറ്റിൽ വിജയിച്ചു. പോർക്കുളത്ത് 1 സീറ്റിന്റെ മുൻതൂക്കത്തിൽ ഭരണം നേടിയ LDFന് 3 സീറ്റുകളിൽ കൂടി വിജയിക്കാനായപ്പോൾ കോൺഗ്രസിന്റെ 3 സീറ്റുകൾ നഷ്ടമായി. BJP പഞ്ചായത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുകയും 4 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഭരണനേട്ടങ്ങൾ വോട്ടായി മാറിയതോടെ CPMന് മികച്ച വിജയം നേടാനായി. 9 സീറ്റ് നേടി അധികാരം നിലനിർത്താനായത് പാർട്ടിക്ക് ആത്മവിശ്വാസമുയർത്തി. ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും മൂലം സീറ്റുകൾ നഷ്ടപ്പെട്ട ആഘാതത്തിലാണ് കോൺഗ്രസ്. 3 വാർഡുകളിൽ വിമതർ മത്സരിച്ചതും ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. 2 പഞ്ചായത്തംഗങ്ങൾ തോറ്റതും തിരിച്ചടിയായി. നിമിഷ വിഗീഷിലൂടെ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറന്ന ആഹ്ലാദത്തിലാണ് BJP. 4 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്താനും BJPക്കായി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഇളകാതെ കടവല്ലൂരിലെ ചെങ്കോട്ട 20 വാർഡുകളിൽ 15ലും വിജയിച്ച് LDF ഭരണം നിലനിർത്തി. UDFന് 5 സീറ്റ് ലഭിച്ചു. കഴിഞ്ഞ തവണ LDF 13, UDF 7 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വടക്കുമുറി, കൊരട്ടിക്കര, പുത്തൻകുളം, പെരുമ്പിലാവ്, കോട്ടോൽ എന്നീ വാർഡുകൾ UDFിൽ നിന്നും തിരിച്ചുപിടിച്ചപ്പോൾ കല്ലുംപുറം, വട്ടമ്മാവ്, മണിയറക്കോട് എന്നീ സിറ്റിംഗ് സീറ്റുകൾ LDFന് നഷ്ടപ്പെട്ടു. വില്ലന്നൂർ വാർഡിൽ നിന്നും വിജയിച്ച LDFിലെ ബിന്ദു ധർമ്മനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 279. 20 സീറ്റിലും മത്സരിച്ച NDAയ്ക്ക് കാര്യമായ നേട്ടം ഉണ്ടായില്ല. ചൊവ്വന്നൂരിൽ 5 സീറ്റ് നേടി LDF വലിയ ഒറ്റകക്ഷിയായി. UDFനും BJPക്കും 3 സീറ്റ് വീതം ലഭിച്ചപ്പോൾ SDPI 2 സീറ്റ് നേടി. 1, 2, 4, 10, 11 എന്നീ വാർഡുകൾ LDFും 3, 7, 8 എന്നീ വാർഡുകൾ UDFും 9, 12, 13 വാർഡുകൾ BJPയും 5, 6 വാർഡുകളിൽ SDPIയുമാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ നേടിയ UDFന് ഇത്തവണ 3 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. SDPI ഇത്തവണ 2 സീറ്റുകൾ നേടി. BJPയും 3 സീറ്റ് നേടി നല്ല മുന്നേറ്റമാണ് നടത്തിയത്. കടപ്പുറം പഞ്ചായത്തിൽ UDFന് കാലിടറിയെങ്കിലും വലിയ ഒറ്റകക്ഷിയായി. UDF 8 സീറ്റ് നേടിയപ്പോൾ 4 സീറ്റുകൾ വർദ്ധിപ്പിച്ച് LDF 5ഇടത്ത് വിജയിച്ചു. BJPയും 2 സീറ്റിൽ ജയിച്ച് നേട്ടമുണ്ടാക്കി. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ആകെ 16 സീറ്റിൽ ലീഗിന് 7ഉം കോൺഗ്രസിന് 1 സീറ്റും ലഭിച്ചു. UDF കഷ്ടിച്ച് ഭരണം നിർത്തുന്ന സ്ഥിതിയായി. 2, 9, 10, 14, 16 വാർഡുകളിലാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി CPI 1 സീറ്റിൽ വിജയിച്ചു. 2ഇടത്തും കോൺഗ്രസിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. പഞ്ചായത്ത് രൂപീകരിച്ച 1968 മുതൽ UDF മാത്രം ജയിച്ചിട്ടുള്ള വാർഡുകളാണ് BJP പിടിച്ചെടുത്തത്. ഇതിൽ 5ാം വാർഡിൽ കോൺഗ്രസ് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇവിടെ SDPI 2ാം സ്ഥാനവും LDF 3ാം സ്ഥാനവും നേടി. 3ാം വാർഡിൽ BJP സീറ്റ് പിടിച്ചെടുത്തപ്പോൾ ഇവിടെ LDF 3ാം സ്ഥാനത്തേക്ക് പോയി. UDFിന്റെ കോട്ടകളായ 9, 10, 14, 16 സീറ്റുകളാണ് LDF പിടിച്ചെടുത്തത്. അതേസമയം CPMന് കഴിഞ്ഞ തവണ ആകെ ലഭിച്ച സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് LDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. KV അബ്ദുൽ ഖാദർ MLA വോട്ട് ചെയ്ത 4ാം വാർഡിൽ CPM പരാജയപ്പെടുകയായിരുന്നു. ഇവിടെ ലീഗാണ് വിജയിച്ചത്. BJPയുടെ സിറ്റിംഗ് സീറ്റായ 2ാം വാർഡ് LDF പിടിച്ചെടുത്തു. 1ാം വാർഡിലും 2ാം വാർഡിലും BJP 2ാം സ്ഥാനത്തെത്തുകയും 2 വാർഡുകളിൽ വിജയിക്കുകയും ചെയ്തത് BJPക്ക് ഇരട്ടി മധുരമായി. എന്നാൽ 5ഇടത്ത് വിജയിച്ച CPM കടപ്പുറത്ത് ലീഗിന് വ്യക്തമായ താക്കീതും നൽകി. മുസ്ലിം ലീഗിന്റെ കോട്ടകളിലേറ്റ പ്രഹരം പാർട്ടിയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ലീഗിലെയും കോൺഗ്രസിലെയും ഗ്രൂപ്പിസവും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും പരാജയത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കോൺഗ്രസിലെ പൊറ്റയിൽ മുന്താസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 33 വോട്ട് നേടിയ അഴിമുഖം വാർഡിൽ LDF സ്ഥാനാർത്ഥി 6 വോട്ടിന് വിജയിച്ചു. പലപ്പോഴും പ്രതിപക്ഷാംഗങ്ങളായി 1-2 പേർ മാത്രമുണ്ടാകുന്ന കടപ്പുറം പഞ്ചായത്തിൽ CPMും BJPയും ശക്തമായ പ്രതിപക്ഷമായി എത്തുന്നത് UDF കേന്ദ്രങ്ങളെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുകയാണ്. CCTV ന്യൂസ് ചാവക്കാട്. ഒരുവനയൂർ പഞ്ചായത്തിൽ ഭരണത്തിനായി 3ാം ഊഴത്തിന് ഇറങ്ങിയ UDFനെ അട്ടിമറിച്ച് LDF ഭരണം പിടിച്ചെടുത്തു. ആകെയുള്ള 13 സീറ്റിൽ 8ഇടത്ത് LDFും 4ഇടത്ത് UDFും വിജയിച്ചു. BJP നിലവിലെ സീറ്റ് നിലനിർത്തി. കഴിഞ്ഞ 2 ടേമുകളിലായി UDFാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നാൽ UDFിലെ അനൈക്യവും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും പരാജയത്തിന് കാരണമായി പറയുന്നു. കോൺഗ്രസ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KJ ചാക്കോ 13ാം വാർഡിൽ വിജയിച്ചു.
LDF-ൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട CPM-CPI തർക്കം ഉണ്ടായെങ്കിലും നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചത് വിജയത്തിന് കാരണമായി. നാട്ടുവിധിയുടെ വിശദാംശങ്ങളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. വാർത്തയിലേക്ക്. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി VC ബിനോജ് വിജയിച്ചു. 1350 കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDF മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടിയെയാണ് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പറായിരുന്നു. കഴിഞ്ഞ തവണ UDF ജയിച്ച ഡിവിഷനാണ് പിടിച്ചെടുത്തത്. മങ്ങാട് ഡിവിഷനിൽ നിന്ന് MM സലിമാണ് വിജയിച്ചത്. UDFന്റെ ഡിവിഷൻ 460 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിലനിർത്തിയത്. ചിറ്റണ്ട ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി പുഷ്പ രാധാകൃഷ്ണൻ വിജയിച്ചു. മുൻ ബ്ലോക്ക് മെമ്പർ സഫീന അസീസിനെ പരാജയപ്പെടുത്തിയാണ് ഡിവിഷൻ നിലനിർത്തിയത്. വടക്കേക്കാട് 9 സീറ്റ് നേടി UDF ഭരണം നിലനിർത്തി. LDF 7 സീറ്റ് നേടി. വടക്കേക്കാട് പഞ്ചായത്ത് 1ാം വാർഡ് എരിഞ്ഞിപ്പടിയിൽ LDF-ലെ ബീന സുരേന്ദ്രനാണ് വിജയിച്ചത്. 2ാം വാർഡായ കല്ലിങ്ങലിൽ LDF സ്ഥാനാർത്ഥി സരസ്വതിയാണ് വിജയിച്ചത്. 3ാം വാർഡ് പറയങ്ങാടാണ്. അവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച KS ഷനിലാണ് വിജയിച്ചത്. 4ാം വാർഡ് തൗക്കാനപ്പെട്ടിയിൽ നോക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി ശോഭ അനീഷ് കുമാർ വിജയിച്ചു. 5ാം വാർഡ് കൊച്ചന്നൂരിൽ UDF സ്ഥാനാർത്ഥി ഹഫിയമോളാണ് വിജയിച്ചത്. 6ാം വാർഡ് ഞമ്മനേങ്ങാട് UDF-ലെ ശ്രീധരൻ മാക്കാലിക്കലാണ് വിജയിച്ചത്. 7ാം വാർഡ് ചക്കിത്തറയിൽ LDF-ലെ സരിത ഷാജി വിജയിച്ചു. 8ാം വാർഡ് അഞ്ഞൂരിൽ UDF-ലെ M ഗിരീഷാണ് വിജയിച്ചത്. 9ാം വാർഡ് വൈലത്തൂരിൽ UDF-ലെ പ്രീതി ബാബുവാണ് വിജയിച്ചത്. 10ാം വാർഡ് നായരങ്ങാടി, അവിടെ LDF-ലെ ഷിജില സതീഷ് വിജയിച്ചു. 11ാം വാർഡ് പടിഞ്ഞാക്കര വയലത്തൂരാണ്. അവിടെ UDF-ലെ SK ഖാലിദ് SK ആണ് വിജയിച്ചത്. 12ാം വാർഡ് കല്ലൂരിൽ UDF-ലെ അബ്ദുൾ റഷീദ് കുന്നമ്പിളി വിജയിച്ചു. 13ാം വാർഡ് വട്ടംപാടം, അവിടെ UDF സ്ഥാനാർത്ഥി ജിൻസി തലക്കോട്ടൂരാണ് വിജയിച്ചത്. 14ാം വാർഡ് കൊമ്പന്തറയിൽ UDF-ലെ നബീൽ NMK വിജയിച്ചു. 15ാം വാർഡ് തെക്കേക്കാടാണ്. തെക്കേക്കാട് UDF സ്ഥാനാർത്ഥി VK ഫസലുൽ അലിയാണ് വിജയിച്ചത്. 16ാം വാർഡ് തിരുവളയന്നൂരിൽ LDF സ്ഥാനാർത്ഥി രുക്മണി സുധീറും വിജയിച്ചു. പുനേർകുളം പഞ്ചായത്തിൽ ആധിപത്യം നിലനിർത്തി LDF. BJPക്ക് 2 സീറ്റ് നഷ്ടമായപ്പോൾ 1 സീറ്റ് കൂടി വർദ്ധിപ്പിക്കാനായത് UDF-ന് നേരിയ ആശ്വാസമായി. കഴിഞ്ഞ തവണ ലീഗിന്റെ 5ഉം കോൺഗ്രസിന്റെ 6 വാർഡുകളും ചേർത്ത് 11 സീറ്റുകളായി പഞ്ചായത്ത് ഭരിച്ചിരുന്ന UDF-ന് ഇത്തവണ ലീഗിന് കിട്ടിയ 5 വാർഡുകളും കോൺഗ്രസിന് കിട്ടിയ 3 വാർഡുകളും ചേർത്ത് 8ഇടത്തു മാത്രമാണ് വിജയിക്കാനായത്. പ്രമുഖരായ പലർക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 2ാം വാർഡിൽ UDF-ന്റെ ഉരുക്കുകോട്ടയായിരുന്ന കുഴിങ്ങരയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K കമറുദ്ദീനെ പരാജയപ്പെടുത്തി LDF-ലെ വിശ്വനാഥൻ മാസ്റ്റർ അട്ടിമറി വിജയം കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 232 വോട്ട് ഭൂരിപക്ഷത്തിൽ LDF ജയിച്ച 12ാം വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് CV സുരേന്ദ്രനെ കളത്തിൽ ഇറക്കിയെങ്കിലും LDF-ന്റെ വിജയത്തിനോട് പരാജയപ്പെട്ടു. മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുലൈമു വലിയകത്ത് CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം TV സുരേന്ദ്രനോട് പരാജയം ഏറ്റുവാങ്ങി. UDF-ന് MV ഹൈദരാലിയുടെയും C അഷ്റഫിന്റെയും അസീസ് മന്ദലാങ്കുന്നിന്റെയും വിജയമാണ് ആശ്വാസമായത്. കോൺഗ്രസിന്റെ സ്ഥിരം വാർഡായ 2, 4, 6 എന്നീ വാർഡുകൾ കൈവിട്ടതാണ് UDF-ന് ഭരണം നഷ്ടപ്പെടുവാൻ കാരണം. പുന്നയൂർ പഞ്ചായത്തിലെ കക്ഷിനില ഇങ്ങനെയാണ്. വാർഡ് 1-ൽ UDF-ലെ ലീഗ് സ്ഥാനാർത്ഥി അസീസ് മന്ദലാങ്കുന്ന്, വാർഡ് 2 LDF വിശ്വനാഥൻ മാസ്റ്റർ, 3-ൽ LDF റസീന ഉസ്മാൻ, വാർഡ് 4 LDF-ലെ സെലീന നാസർ, 5-ൽ LDF-ലെ സുഹറ ബക്കർ, 6-ൽ LDF-ലെ ഷൈബ ദിനേശൻ, 7-ൽ UDF സ്ഥാനാർത്ഥി ഷെരീഫ കബീർ, 8-ൽ UDF സ്ഥാനാർത്ഥി ജസ്ന സജീർ, 9-ൽ UDF സ്ഥാനാർത്ഥി MV ഹൈദരലി, 10-ൽ LDF സ്ഥാനാർത്ഥി രഞ്ജിനി ടീച്ചർ, 11-ൽ LDF സ്ഥാനാർത്ഥി അർഫാത്ത്, 12-ൽ LDF സ്ഥാനാർത്ഥി വിജയൻ, 13ാം വാർഡിൽ AC ബാലകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി, 14ാം വാർഡിൽ ഷമീം അഷ്റഫ് LDF, 15ാം വാർഡിൽ LDF-ലെ TV സുരേന്ദ്രൻ, വാർഡ് 16-ൽ UDF-ലെ ബിൻസി റഫീഖ്, വാർഡ് 17-ൽ UDF-ലെ TV മുജീബ് റഹ്മാൻ, 18-ൽ LDF-ലെ ജിത്തു രാജേഷ്, 19-ൽ UDF-ലെ സുബൈദ പുളിക്കൽ, 20-ൽ UDF-ലെ C അഷ്റഫ് എന്നിവരാണ് വിജയിച്ചത്. ഇതോടെ പുന്നയൂർ പഞ്ചായത്ത് UDF-ന് 8 സീറ്റും LDF-ന് 12 സീറ്റുമായി പഞ്ചായത്ത് ഭരണം LDF പിടിച്ചെടുക്കുകയായിരുന്നു. CCTV ന്യൂസ് പുന്നയൂർകുളം. പുന്നയൂരിൽ UDF കോട്ട തകർത്ത് ചരിത്ര വിജയം നേടി LDF. 12 സീറ്റ് LDF നേടിയപ്പോൾ UDF-ന് വിജയിക്കാനായത് 8 സീറ്റുകളിൽ മാത്രമാണ്. ശക്തമായ മത്സരം നടന്ന ഉപ്പങ്ങൽ 6ാം വാർഡടക്കം 11 സീറ്റുകളിലാണ് LDF വിജയിച്ചത്.
6-ാം വാർഡിൽ മുൻ മെമ്പറെയും CPIക്ക് റിബലായി മത്സരരംഗത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെയും UDF സ്ഥാനാർത്ഥിയെയും പിന്തള്ളിയാണ് EK നിഷാർ വിജയം കരസ്ഥമാക്കിയത്. നേർക്കുനേർ മത്സരം നടന്ന 18-ാം വാർഡിൽ UDFിലെ ഷാഹിദ് കൊപ്പരിയെ പരാജയപ്പെടുത്തി LDFിലെ PS അലി വിജയിച്ചു. BJPക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്ന തൃപ്പറ്റ് 4-ാം വാർഡും പുഴിക്കള 14-ാം വാർഡും നിലനിർത്താനായില്ല. വാർഡ് 10, 11, 13 എന്നീ വാർഡുകളാണ് താമര വാടാതെ കാത്തുസൂക്ഷിക്കാൻ BJPക്ക് കഴിഞ്ഞത്. മികച്ച വിജയവും ഭരണവും പ്രതീക്ഷിച്ച UDFന് 19-ാം വാർഡ് KH ആബിദിലൂടെ പിടിച്ചെടുക്കാനായത് ആശ്വാസമാണ്. ലീഗ് കൗൺസിലറായിരുന്ന VK യൂസഫ് തൽസ്ഥാനം രാജിവെച്ചാണ് LDF സ്ഥാനാർത്ഥിയായി 19-ൽ ഇറങ്ങിയത്. ഇരുമുന്നണികളും SDPI പാർട്ടിയും തമ്മിൽ ശക്തമായ ത്രികോണ മത്സരം നടത്തിയ 16-ാം വാർഡിൽ UDFിലെ ഷാനിബ മൊയ്തുണ്ണി വിജയിച്ചു. LDF സ്ഥാനാർത്ഥികളായ വാർഡ് 2-ലെ ശോഭാ പ്രേമൻ, 3-ലെ പ്രേമ സിദ്ധാർത്ഥൻ, 4-ൽ ബിന്ദു ടീച്ചർ, 6-ൽ EK നിഷാർ, 8-ൽ ജാസ്മിൻ ഷഹീർ, 9-ൽ ഹാജറ കമറുദ്ദീൻ, 12-ൽ ഷംസുദ്ദീൻ, 14-ൽ അജിത ഭരതൻ, 15-ൽ ആലത്തിയിൽ മൂസ, 17 ബുഷ്ര നൌഷാദ്, 18-ൽ PS അലി, UDFിനു വേണ്ടി വാർഡ് 1-ൽ സജിത ജയൻ, 5-ൽ അബു താഹിർ, 7-ൽ ദേവിക ശ്രീധരൻ, 16-ൽ ഷാനിബ മൊയ്തുണ്ണി, 19-ൽ KH ആബിദ് എന്നിവരും BJPക്ക് വേണ്ടി വാർഡ് 10-ൽ അനിത ധർമ്മൻ, 11-ൽ ഗോകുൽ, 13-ൽ ഇന്ദിരാ പ്രബലൻ എന്നിവരുമാണ് വിജയിച്ചത്. CCTV ന്യൂസ് പുന്നൂർകുളം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ധിക്കാരപരമായ ഇടപെടലുകളും ജനവിരുദ്ധമായ ഇടപെടലുകളുമാണ് ജനങ്ങൾ LDFിനൊപ്പം നിന്നതെന്ന് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും 15-ാം വാർഡിൽ നിന്ന് വിജയിച്ച TV സുരേന്ദ്രൻ CCTVയോട് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധമായ സമീപനങ്ങളും ധിക്കാരപരമായ നിലപാടുകളുമാണ് നാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരമേൽപ്പിക്കുന്നതിന് ഇടയായത്. എളവള്ളി പഞ്ചായത്തിൽ ചരിത്രം ആവർത്തിച്ച് LDF. പഞ്ചായത്തിൽ വീണ്ടും LDF ഭരണത്തിലേക്ക്. 16-അംഗ ഭരണസമിതിയിൽ LDF 10 വാർഡുകളിലും UDF 4 വാർഡുകളിലും BJP 2 വാർഡുകളിലും വിജയിച്ചു. 1, 3, 5, 6, 8, 10, 11, 12, 13, 14 എന്നീ വാർഡുകളിലാണ് LDF വിജയിച്ചത്. 2, 9, 15, 16 വാർഡുകളിൽ UDFും 4, 7 വാർഡുകളിൽ BJPയുമാണ് വിജയം നേടിയത്. പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇതുവരെ LDF മാത്രമാണ് പഞ്ചായത്തിന്റെ ഭരണം കൈയാളിയിട്ടുള്ളത്. സബിത ഷാജി, ജിയോ ഫോക്സ്, ബിന്ദു പ്രദീപ്, സാലി ചന്ദ്രൻ, രാജി മണികണ്ഠൻ, സനിൽ കുന്നത്തുള്ളി, TC മോഹനൻ, ജയ ടീച്ചർ, വിഷ്ണു, ഗീന അശോകൻ, PM അബു എന്നിവരാണ് വിജയിച്ച LDF സ്ഥാനാർത്ഥികൾ. സുന്ദരൻ കരുമത്തിൽ, ലിസി വർഗീസ്, ശരത് കുമാർ, സീമ ഷാജി എന്നിവരാണ് UDF പാനലിൽ മത്സരിച്ച് വിജയിച്ചത്. സൗമ്യ രതീഷ്, രാജി മണികണ്ഠൻ എന്നിവരാണ് BJPക്കായി വിജയിച്ചത്. KSEB അറിയിപ്പ്. കുണ്ടന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ എരുമപ്പെട്ടി ടൗൺ പരിസരങ്ങളിൽ പുതിയ 11 kV ലൈനിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെ പൂർണ്ണമായും വൈദ്യുതി മുടങ്ങും. തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ചാലുശ്ശേരി പഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷം നേടി UDF ഭരണത്തിലെത്തി. LDFന് 7 സീറ്റുകൾ ലഭിച്ചു. ചാലുശ്ശേരി പഞ്ചായത്തിൽ 8 സീറ്റ് UDFും 7 സീറ്റ് LDFുമാണ് നേടിയത്. 1-ാം വാർഡ് പാടാട്ടുകുന്നിൽ കോൺഗ്രസിലെ ഷഹന അലിയാണ് വിജയിച്ചത്. 2-ാം വാർഡ് തണ്ണീർക്കോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിജേഷാണ് വിജയിച്ചത്. 3-ാം വാർഡ് പട്ടിശ്ശേരിയിൽ കോൺഗ്രസിലെ റംല വീരാൻകുട്ടി വിജയിച്ചു. 4-ാം വാർഡായ ചൌച്ചേരിയിൽ CPMൽ നിന്ന് മത്സരിച്ച സജിത ഉണ്ണികൃഷ്ണനാണ് വിജയം കൈയാളിയത്. 5-ാം വാർഡ് പെരുമണ്ണൂരാണ്. അവിടെ CPMൽ നിന്ന് മത്സരിച്ച സുരിത വിജയനാണ് ആധിപത്യം നേടിയത്. 6-ാം വാർഡ് കൂറ്റനാട് കോൺഗ്രസിലെ ഫാത്തിമത്ത് ഫിൽജ വിജയിച്ചു. 7-ാം വാർഡ് കുന്നത്തേരിയിൽ CPMലെ രജീഷ് കുമാർ, 8-ാം വാർഡ് ആലിക്കരയിൽ CPMലെ ഷഹന, 9-ാം വാർഡായ ചാലിശ്ശേരി മെയിൻ റോഡിൽ കോൺഗ്രസിലെ AV സന്ധ്യ, 10-ാം വാർഡായ മയിലാടുകുന്നിൽ CPMലെ VS ശിവാസ് എന്നിവരാണ് വിജയിച്ചത്. 11-ാം വാർഡായ സിവിൽ സ്റ്റേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹുസൈൻ പുളിയഞ്ഞാലിലാണ് വിജയിച്ചത്. 12-ാം വാർഡ് തെക്കേക്കരയിൽ CPMലെ ബീന മോഹനും, 13 ചാലിശ്ശേരി ടൗണിൽ CPMലെ ആനീവിനുവും, 14-ാം വാർഡായ മൂക്കിലപീടികയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സാഹിറ ഖാദറുമാണ് വിജയിച്ചത്. 15-ാം വാർഡ് കൌക്കോടാണ്. അവിടെ CPMൽ നിന്ന് മത്സരിച്ച P ദിജിമോളാണ് വിജയിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിൽ ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 3 പേർക്ക്. കൂനമുച്ചി മേഖലയിലുള്ള പുരുഷൻ, ചൂണ്ടൽ മേഖലയിലുള്ള പുരുഷൻ, സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം വിൽക്കുന്ന വില ഗ്രാമിന് 4610 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേരളം ചുവന്നു തന്നെ. കോർപ്പറേഷനും പഞ്ചായത്തുകളും പിടിച്ചടക്കി LDF തേരോട്ടം. തകർന്നടിഞ്ഞ് UDF. ശക്തി തെളിയിച്ച BJP. ജില്ലയിൽ നഗരസഭകളിൽ ഇടത് തേരോട്ടം. ഗുരുവായൂരിൽ 28 സീറ്റോടെ മൃഗീയ ഭൂരിപക്ഷം. കുന്നംകുളത്ത് 18 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി. ചാവക്കാട് 23 സീറ്റിന്റെ കരുത്തിൽ ഭരണം നിലനിർത്തി. ശക്തി തെളിയിച്ച BJP. കുന്നംകുളത്ത് ശക്തമായ മത്സരം നടന്ന ഉരുളിക്കുന്ന് വാർഡ് ഉൾപ്പെടെ 8 വിജയം. പോർക്കുളത്തും കാട്ടകാമ്പാലിലും ചരിത്രത്തിലെ ആദ്യ വിജയം. കാട്ടകാമ്പാലിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ തോൽപ്പിച്ചു. കടങ്ങോട് 2 സീറ്റിലും ചൊവ്വന്നൂർ പഞ്ചായത്തിൽ 3 സീറ്റിലും BJP വിജയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, കുന്നംകുളം.